സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രികാലവും കടന്നു വരുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. എബ്രായ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 12-ാം അധ്യായം. നമ്മുടെ ഓട്ടം എങ്ങനെ ഓടണം, വിശ്വാസത്തിന്റെ ഓട്ടം നമ്മൾ എങ്ങനെ ഓടണം, അതിനോടനുബന്ധിച്ചാണല്ലോ ആ കോടതിയുടെ ഒക്കെ കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ദാസൻ നമ്മളോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രാത്രികാലവും ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. കർത്താവെ, ഞങ്ങളോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഏവർക്കുമായിരിക്കാം. കർത്താവിന്റെ വരിയും സഹായിക്കട്ടെ. ആമേൻ. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു കാലം കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും അതുപോലെ തന്നെ ലീഡർഷിപ്പ് നൽകുന്ന എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് എല്ലാവരെയും ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. വിശേഷാൽ ഇന്ത്യയിൽ നിന്നും ഇവിടെ നിന്നും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, നമ്മള് ദൈവിക കോടതി എന്ന് പറയുമ്പോൾ കർത്താദാസൻ കഴിഞ്ഞ ദിവസം രാത്രി നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കോടതി എന്നുള്ള ഒരു വേർഡ് ബൈബിളിനകത്ത് ഇല്ല എന്നുള്ളത്. എന്നാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാൽ 12-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ആദ്യം ഒന്ന് വായിച്ചാണ്. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിൽ നിന്നും മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം, വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് അവിടെ അല്ല എന്നാണ് എബ്രായ ലേഖനകർത്താവ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് 22-ഉം 24 വരെയുള്ള വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചാണ്. പിന്നെയോ സിയോൻ പർവ്വതത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ വന്നിരിക്കുന്നത് എവിടെയാണ്, എവിടെയല്ല, രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം. നിങ്ങൾ ഒരു പക്ഷേ എല്ലാവരും പിക്ചർ കണ്ടു കാണത്തില്ല. നിങ്ങൾ ഒരു പേപ്പറും പേനായും എടുക്കുക, നിങ്ങളൊന്ന് വരയ്ക്കുക, ഞാൻ പറയുന്നത് പോലെ തന്നെ. എങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത്. ഇനിയും ഞാൻ വേറൊരു രീതി കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. നമ്മൾ ആ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് വരച്ചു നോക്കണം. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും, എനിക്കറിയത്തില്ല നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം എന്താണ്, വേറൊരാൾ അഭിമുഖീകരിക്കുന്ന വിഷയം, എല്ലാവർക്കും ഡിഫറെന്റ് വിഷയങ്ങളാണ് എപ്പോഴും ഉള്ളത്. ഒരാളെ സമാനമായിട്ടുള്ള ആർക്കും എനിക്കുള്ള വല്ല വിഷയമല്ല നിങ്ങളുടേത്. നമുക്കെല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ദൈവത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതികൾക്ക് വ്യത്യാസം നമ്മൾ എപ്പോഴും കൊണ്ടുവരണം. എന്തിനാ കൊണ്ടുവരേണ്ടത്? നമ്മുടെ കാര്യമാണ് സാധിച്ചു കിട്ടേണ്ടത്, നമ്മുടെ വിഷയങ്ങൾക്കാണ് പരിഹാരം ഉണ്ടാകേണ്ടത്. അപ്പൊ പരിഹാരം വരുത്താൻ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും, വളരെ സിമ്പിളായിട്ട് സാധിക്കും. കാരണം കർത്താവ് പറഞ്ഞത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. നീതി എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ അത് വെച്ചുകൊണ്ട് തന്നെ 119-ാം സങ്കീർത്തനത്തിൽ കടന്നു വന്നാട്ടെ. അതിന്റെ 142-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. നിന്റെ നീതി ശാശ്വത നീതിയും ന്യായപ്രമാണം സത്യവുമാകുന്നു. അപ്പം നിന്റെ നീതി ശാശ്വത നീതിയാകുന്നു. കർത്താദാസനെ അത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാട്ടെ. ഇനി 160-ാമത്തെ വാക്യം കർത്താദാസൻ ഒന്ന് വായിച്ചു. നിന്റെ വചനത്തിന്റെ സാരം സത്യം തന്നെ, നിന്റെ നീതിയുള്ള വിധികൾ ഒക്കെയും എന്നേക്കുമുള്ളവ. കർത്താദാസനെ ആ രണ്ട് വാക്യം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചാട്ടെ. Your righteousness is an everlasting righteousness and your law is truth. Okay.
And 160. The entirety of your word is truth, and every one of your righteous judgments endures forever. ജഡ്ജ്മെന്റ് എവിടുന്നാ പുറപ്പെടുന്നത്? ജഡ്ജ്മെന്റ് എവിടുന്നാ വരുന്നത്? കോടതിയിൽ നിന്ന്. അടുത്തത് അതിന്റെ 164 വാക്യം കൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലും വായിച്ചാണ്. നിന്റെ നീതിയുള്ള വിധികൾ നിമിത്തം ഞാൻ ദിവസം 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നു. Seven times a day I praise you because of your righteous judgments. അപ്പൊ റൈച്ചസ് ജഡ്ജ്മെന്റ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ആ കോടതിയിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ആ നീതിയുള്ള രാജാവിന്റെ കയ്യിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 7 പ്രാവശ്യം നിന്നെ സ്തുതിക്കുന്നത്. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ പ്രാപിക്കണം. അതാണ് എബ്രായ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് ഇന്നിടത്തല്ല, ഈ സീനായി പർവ്വതത്തിലല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെയോ നിങ്ങൾ സ്വർഗീയ യെരൂശലേമിനും ദൈവത്തിന്റെ നഗരമായ അതും ഇതും എല്ലാം പറഞ്ഞ് നമ്മളോട് പറഞ്ഞു തരുന്നതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അവസാനം നിങ്ങൾ ആ പിക്ചർ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി, ഞാനത് ഒന്നുകൂടെ അത് പറയാം. മൗണ്ട് സൈനായി, ഹെവൻലി ജെറുസലേം. അപ്പം സിയോൻ പർവ്വതത്തിനും സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരുടെ അവിടെ അതിലുണ്ട്. ഒരു ഹോള് നിറച്ചും അനേകായിരം ദൂതന്മാരാണ്. പിന്നെ സർവത്തിന്റെയും ന്യായാധിപതിയായ കർത്താവ്, പഴയ നിയമ വിശുദ്ധന്മാര്, പുതിയ നിയമ സഭ, അതുപോലെ തന്നെ ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം, നമുക്ക് വേണ്ടി വാദിക്കുന്ന യേശു കർത്താവ്, ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ കോടതിയിൽ ഇതാണ് കോടതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന സീന് ഞാൻ നിങ്ങളെ എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്ന് കാണിക്കാം. നിങ്ങളുടെ ലോകത്തിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് പരിഹാരം കിട്ടാത്തത്, അവിടെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും. പലപ്പോഴും നമുക്ക് വാതിൽ തുറന്നു തരത്തില്ല പലരും. നമുക്കുള്ളതിനെ അടച്ചു കളയുന്നതാണ് പലരുടെയും ജോലി. എന്തുകൊണ്ടാണ് അടച്ചു കളയുന്നത് അറിയാമോ? നമുക്കെതിരായിട്ട് ഒരു ശത്രുവുണ്ട്. നിങ്ങളുടെ വാതിലിനെ നിങ്ങൾ തുറക്കണം. തുറക്കാൻ വേണ്ടി നിങ്ങൾ തുറന്ന് കിട്ടുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ടു ദ ജഡ്ജ്മെന്റ് സീറ്റ്. ഞാൻ 2 കോടതി നിങ്ങളെ ഒന്ന് കാണിക്കുന്നതാണ്. എസ്തേറിന്റെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യം വായിച്ചാണ്. എസ്തേറിന്റെ പുസ്തകം 5-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 3-ാം ദിവസം എസ്തേർ രാജവസ്ത്രം ധരിച്ചും കൊണ്ട് രാജധാനിയുടെ അകത്തെ പ്രാകാരത്തിൽ ചെന്ന് രാജഗൃഹത്തിന്റെ നേരെ നിന്നു. രാജാവ് രാജധാനിയിൽ രാജഗൃഹത്തിന്റെ വാതിലിന് നേരെ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവളോട് കൃപ തോന്നി തന്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിന്റെ അഗ്രം തൊട്ടു. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ, നിന്റെ അപേക്ഷ എന്ത്? രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാം എന്ന് പറഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് രാജധാനിയില് അവിടെ 1 മാസത്തേക്ക് അവിടെ ആർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല. അവിടെ നേരത്തെ അപ്പോയിന്റ്മെന്റ് ഇല്ലാത്ത ഒരു മനുഷ്യർക്കും കയറി ചെല്ലാൻ പറ്റത്തില്ല. അത് എസ്തേർ മൊർദെഖായി അറിയിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം. അപ്പം ഞാൻ മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ, ഞാൻ ഉപവസിച്ചിട്ട് പോകാം, നിങ്ങളും എനിക്ക് വേണ്ടി ഉപവസിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാജധാനിയിലേക്ക് കയറി ചെല്ലുകയാണ്. അതാണ് അവരുടെ കോർട്ട് റൂമാണത്. അതിനെ കോർട്ട് റൂം എന്നല്ല പറയുന്നത്, രാജഗ്രഹം എന്ന് പറയും. അവിടെ കയറി ചെല്ലണമെന്നുണ്ടെങ്കിൽ നിസ്സാരം കാര്യമല്ല. അവിടെ കയറി ചെന്ന് പൊൻചെങ്കോൽ അവൻ ആ വ്യക്തിയുടെ നേരെ നീട്ടിയില്ലെന്നുണ്ടെങ്കിൽ കൊന്നുകളയും. അപ്പൊ ഞാൻ നിങ്ങളോട് കാണിച്ചു തന്നു, എബ്രായ ലേഖനം 1-ാം അധ്യായത്തിനകത്ത് നീതിയുടെ ചെങ്കോൽ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ ന്യായാധിപതി അവിടെ ഇരിക്കുന്നത്.
നമ്മൾക്ക് വേണ്ടിയുള്ള വിധികളാണ് തിരുവചനത്തിനകത്ത് ഉള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളതിൻ്റെ നിങ്ങൾ തപ്പണം. എവിടെ? യു ഹാവ് ടു ലുക്ക് ഫോർ ഇറ്റ്. അതാണ് നമ്മൾ അന്വേഷിക്കണം എന്ന് പറയുന്നത്. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെല്ലേണ്ടത്, ആ കോടതിയിലേക്ക് ചെല്ലേണ്ടത്. ഇനി ഞാൻ നിങ്ങൾ വേറൊന്നുകൂടെ പറഞ്ഞു തരാം. അന്നേരം നിങ്ങൾ കുറച്ചുകൂടെ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവളോട് പറയുന്ന രാജാവ് പറയുന്നത് എന്താണെന്ന് നോക്കിയാട്ടെ. രാജാവ് അവളോട്, എസ്തേർ രാജ്ഞിയെ എന്തു വേണം? എന്താകുന്നു നിന്റെ അപേക്ഷ? രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ഇത്തരം കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം നമ്മളോട് കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 12:32 തോന്നുന്നു. വായിച്ചാട്ടെ. ചെറിയ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഓക്കെ. എസ്തേർ രാജ്ഞിക്ക് രാജ്യത്തിന്റെ എത്രയാണ് കൊടുക്കാന്ന് പറഞ്ഞത്? നമുക്കോ? കംപ്ലീറ്റ് ഹോൾ കിങ്ഡമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഹോൾ കിങ്ഡമാണ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ലോക മനുഷ്യൻ കൊടുത്താൽ പകുതി കൊടുക്കും. ഈ കിങ്ഡത്തിനകത്ത് മുഴുവനും നമുക്കുണ്ട്. അപ്പൊ അതിനകത്തിലെ വിധി എഴുതേണ്ടതും ആരാണെന്നറിയാമോ? അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാം. വിധി എഴുതേണ്ടത് 8-ാം അധ്യായം എടുത്താണ്ട് എസ്തേറിന്റെ പുസ്തകം. ഇനിയും നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഇതിനകത്തില് എസ്തേറിന്റെ ഭാഷ നമ്മുടെ ഭാഷയുമായിട്ട് വല്ലതും ഒത്തുവരുന്നുണ്ടോ എന്ന് നിങ്ങൾ താരതമ്യപ്പെടുത്തി പഠിച്ചു നോക്കണം. നമ്മൾ പറയുന്ന ഏതാനും വാക്കുകൾ തന്നെയാണ് എസ്തേറും പറയുന്നത്. നമ്മൾ പറയുന്നതിന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചിലപ്പോൾ എല്ലാം അല്പം ശൈലിക്ക് വല്ലതുമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. പക്ഷെ രാജാവ് എസ്തേറിനോട് പറയുന്നത് എന്താണെന്നും നമ്മൾ ശ്രദ്ധിക്കണം. വായിച്ചാട്ടെ. 1 മുതൽ താഴോട്ട് വായിച്ചാട്ടെ. 8-ന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. അന്ന് അഹശ്വേരോശ് രാജാവ് യഹൂദന്മാരുടെ ശത്രുവായ ഹാമാന്റെ വീട് എസ്തേർ രാജ്ഞിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് തന്നോടുള്ള ചാർച്ച ഇന്നതെന്ന് എസ്തേർ അറിയിച്ചതുകൊണ്ട് അവൻ രാജസന്നിധിയിൽ പ്രവേശം പ്രാപിച്ചു. രാജാവ് ഹാമാന്റെ പക്കൽ നിന്ന് എടുത്ത തന്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. എസ്തേർ മൊർദെഖായിയെ ഹാമാന്റെ വീട്ടിന് മേൽവിചാരകനാക്കി വെച്ചു. എസ്തേർ പിന്നെയും രാജാവിനോട് സംസാരിച്ചു. അവന്റെ കാൽക്കൽ വീണു. ആഗാഗ്യനായ ഹാമാന്റെ ദുഷ്ടതയും അവൻ യഹൂദന്മാർക്ക് വിരോധമായി നിരൂപിച്ച ഉപായവും നിഷ്ഫലമാക്കണമെന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. രാജാവ് പൊൻചെങ്കോൽ എസ്തേറിന്റെ നേരെ നീട്ടി. എസ്തേർ എഴുന്നേറ്റ് രാജസന്നിധിയിൽ പറഞ്ഞത്, രാജാവിന് തിരുവുള്ളമുണ്ടായി. തിരുമുൻപാകെ എനിക്ക് കൃപ ലഭിച്ചു. രാജാവിന്റെ കാര്യം ന്യായമെന്ന് ബോധിച്ച് തൃക്കണ്ണിൽ ഞാനും പ്രിയയായിരിക്കുന്നു എങ്കിൽ രാജാവിന്റെ സകല സംസ്ഥാനങ്ങളിലും യഹൂദന്മാരെ മുടിച്ചു കളയണമെന്ന് ആഗാഗ്യനായ ഹമ്മദായയുടെ മകൻ ഹാമാൻ എഴുതിയ ഉപായ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ. എന്റെ ജനത്തിന് വരുന്ന അനർത്ഥം ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? എന്റെ വംശത്തിന്റെ നാശവും ഞാൻ എങ്ങനെ കണ്ടു സഹിക്കും? അപ്പോൾ അഹശ്വേരോശ് രാജാവ് ഇപ്പോ എസ്തേർ രാജ്ഞിയുടെ പ്രാർത്ഥനയും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും തമ്മില് എന്തെങ്കിലും വ്യത്യാസങ്ങൾ വല്ലതും ഉണ്ടോ? വാക്കുകൾക്ക് ചെറിയ വ്യത്യാസം ഉണ്ടെന്നല്ല ഉണ്ടോ? ഏകദേശം ഒരുപോലൊക്കെ തന്നെയല്ലേ? ആണോ ഇല്ലയോ? അതെ, ഒരു വലിയ വ്യത്യാസമൊന്നുമില്ല. എസ്തേർ രാജാവിനോട് കാൽക്കൽ വീണു. ആഗാഗ്യനായ ദുഷ്ടതയും വിരോധ ഉപായരേഖനെ നിഷ്ഫലമാക്കണമേ എന്ന് കരഞ്ഞ് അപേക്ഷിച്ചു. നമ്മളും അതുപോലെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം ഈ ഇന്ത്യയിലോ അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലോ എവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തണമേ എന്ന് നമ്മളും പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ 2-ാമത്തെ വാക്യത്തിൽ നോക്കണം. ഹാമാന്റെ പക്കൽ നിന്നെടുത്ത തന്റെ മോതിരം ഊരി മൊർദെഖായിക്ക് കൊടുത്തു. ഇതേമാതിരി മോതിരം വേറൊരാൾക്ക് കൈമാറിയായിരുന്നു. ആര്?
ഫറവോൻ തന്റെ മുദ്രമോതിരം ഊരി ആർക്ക് കൊടുത്തു? യോസഫിന് കൊടുത്തിട്ട് പറഞ്ഞു, ഈ ഫറവോനാണ് നീ തരുന്നത്, അധികാരം തരുന്നത്. മിസ്രൈമിൽ ഒറ്റ ഒരുത്തൻ പോലും നിന്റെ മുമ്പാകെ നിൽക്കത്തില്ല. അപ്പം സകല അധികാരവും ഇപ്പൊ ആർക്കാണ്? ജോസഫിന്. അപ്പം ഈവൻ ഫറവോ ആണ് അധികാരി എന്നുണ്ടെങ്കിലും ആരാണ് ഭരണം നടത്തുന്നത്? വാസ്തവത്തിൽ ജോസഫ് അല്ലേ? ജോസഫല്ലേ നടത്തുന്നു? സെയിം തിങ് ഇവിടെ നടക്കുന്നത്. സർവ അധികാരി രാജാവാണ്, പക്ഷെ ഹാമാന്റെ കയ്യിലായിരുന്നു ഭരണം കൊടുത്തത്. എന്നാൽ അവൻ തെറ്റിച്ചത് കൊണ്ട് മോതിരമൂരി മൊർദെഖായി കൊടുത്തു, അധികാരം മുഴുവനും കൊടുത്തു. ഇനിയും രാജ്ഞി കരഞ്ഞു, പ്രാർത്ഥിച്ചു. നല്ലത് തന്നെ, നമ്മളും കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം തിരുവുള്ളമുണ്ടായിട്ട് കൃപ ലഭിച്ചു, ന്യായമെന്ന് ബോധിച്ച് മുടിച്ചു കളയണമെന്ന് ഹാഗാഗ്യനായ അമ്മദേക്കാരുടെ മകൻ എഴുതിയ ഉപായലേഖനമേ ദുർബലപ്പെടുത്തണമേ എന്ന് കൽപ്പന അയക്കണമേ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് മറുപടി കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി എങ്ങനെയാണ് ആര് കൊടുക്കുന്നത്? രാജാവ്. അപ്പം നമ്മളെപ്പോഴും രാജനീതി എന്താണെന്ന് കണ്ടുപിടിക്കണം. യേശു കർത്താവ് വന്ന് പഠിപ്പിച്ചത് രാജനീതിയാണ് പഠിപ്പിച്ചത്. അപ്പം രാജനീതി അനുസരിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് നമ്മുടെ ചുവടുകളെ വെക്കാൻ. അപ്പോഴാണ് നമ്മുടെ ജീവിതം സക്സസ് ആയിട്ട് മാറുന്നത്. ഇനി പ്രത്യേകം ശ്രദ്ധിച്ചോണ്ട് 7-8 വാക്യം വായിച്ചോട്ടെ. 7-ാമത്തെ വാക്യം വായിച്ചിട്ട് ഒന്ന് നിർത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ട് വായിച്ചാൽ മതി. അപ്പോൾ അഹശ്വേരോശ് രാജാവ് എസ്തേർ രാജ്ഞിയോടും യഹൂദനായ മൊർദെഖായിയോടും കൽപ്പിച്ചത്, ഞാൻ ഹാമാന്റെ വീട് എസ്തേറിന് കൊടുത്തുവല്ലോ. അവൻ യഹൂദന്മാരെ കയ്യേറ്റം ചെയ്യുവാൻ പോയതുകൊണ്ട് അവനെ കഴുമരത്തിന്മേൽ തൂക്കിക്കളഞ്ഞു. അപ്പൊ അവന്റെ കഥ കഴിഞ്ഞു. ഇനി അവൻ ഇവിടെ സീനില്ല. രാജാവ് പറയാണ്, ഇനി എസ്തേർ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് രാജാവ് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. രാജാവ് പറഞ്ഞത്, രാജാവിന്റെ കൽപ്പന എന്താണെന്ന് ശ്രദ്ധിക്കണം. ഈ സെയിം രാജനീതി തന്നെയാണ് ദൈവത്തിന്റെ രാജനീതിക്കകത്തും ഉള്ളത്. ഒരു വ്യത്യാസവുമില്ല. അത് വായിച്ചോട്ടെ 8-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും രാജാവിന്റെ നാമത്തിൽ യഹൂദന്മാർക്കു വേണ്ടി എഴുതി രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്രയിടുവിൻ. രാജനാമത്തിൽ എഴുതുകയും രാജമോതിരം കൊണ്ട് മുദ്രയിടുകയും ചെയ്ത രേഖയെ ദുർബലപ്പെടുത്തുവാൻ ആർക്കും പാടില്ലല്ലോ. ഇപ്പം രാജാവ് കൽപ്പിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്. എന്തായിരുന്നു രാജ്ഞിയുടെ പ്രാർത്ഥന? ഹമ്മദാക്കായുടെ മകനായ ഹാമാൻ എഴുതിയ ലേഖനങ്ങളെ ദുർബലപ്പെടുത്തേണ്ടതിന് കൽപ്പന അയക്കണമേ എന്നായിരുന്നു. അത് നടക്കുമോ നടക്കത്തില്ലെന്നാണോ പറഞ്ഞതിന്റെ അർത്ഥം? രാജാവ് നടക്കത്തില്ല. അപ്പൊ അതിന് പകരം അവരെന്ത് ചെയ്യണം? അതിന്റെ മുകളിൽ എഴുതണം. ആരെഴുതണം? മൊർദെഖായും ആരും എഴുതണം? എസ്തേറും അതിന്റെ മുകളിൽ എഴുതണം. അതിനെ നീക്കാൻ പറ്റത്തില്ല. അവിടെ ഒരു രേഖ ഉണ്ടാക്കി കഴിഞ്ഞു, അതിനെ നീക്കാൻ പറ്റത്തില്ല. നിങ്ങള് ദാനിയേലിന്റെ പുസ്തകത്തിൽ നോക്കിയാലും പറയുന്ന എന്താണ്? ഈ രേഖയെ മാറ്റുവാൻ ആർക്കും പറ്റത്തില്ല. അപ്പം രാജാക്കന്മാർ, നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് എന്താണ്? ഡെമോക്രസി അല്ല, രാജനീതിയാണ്. രാജനീതി പ്രകാരം ഒരു രേഖ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അമൈൻമെന്റ് കൊണ്ടുവന്നിട്ട് അതിനെ ദുർബലപ്പെടുത്താൻ ഈ ഡെമോക്രസിക്കേ പറ്റത്തുള്ളൂ. രാജകൽപ്പന പ്രകാരം നടക്കത്തില്ല. അതിനാണ് രാജാവ് പറഞ്ഞത്,
ഇത് തന്നെയാണ് കർത്താവിന്റെ രാജനീതി. രാജ്യഭരണം അങ്ങനെയാണ് പോകുന്നത്. അപ്പോ അതിന്റെ മുകളിൽ എഴുതണം, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ നിങ്ങളും ആരുടെ നാമത്തിൽ എഴുതണം? രാജനാമത്തിൽ എഴുതണം. അതാണ് കർത്താവ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ അപേക്ഷിപ്പിൻ, നിങ്ങൾക്കത് ഉണ്ടാകും. നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ചെയ്തു തരുവാനായിട്ട് തന്നെ. അപ്പോ ഈ വിധി നമുക്ക് വിരോധമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്, അതോ നമുക്ക് അനുകൂലമായിട്ടാണ് പുറപ്പെട്ടിരിക്കുന്നത്? നമുക്ക് അനുകൂലമാ. അപ്പൊ ആ വിധി അനുകൂലമാണെന്നുണ്ടെങ്കിൽ ആ വിധി അനുസരിച്ചിട്ട് വേണം നമ്മൾ ഡിക്ലറേഷൻ പ്രൊക്ലെയിം ചെയ്യാൻ. നമുക്കുള്ള ഡിക്ലറേഷൻ വിധി അല്ലെന്നുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഇനിയും വേറൊരു രീതിയിൽ കൂടെ പറയാം. 1 രാജാക്കന്മാർ 1 ദിനവൃത്താന്തം 16-ാം അധ്യായത്തിലേക്ക് പോകട്ടെ. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അവർ ഒരു ജാതിയെ വിട്ടു മറ്റൊരു ജാതിയിലേക്കും ഒരു രാജ്യം വിട്ട് മറ്റൊരു വംശത്തിലേക്കും പോകുമ്പോഴും ആരും അവരെ പീഡിപ്പിപ്പാൻ അവൻ സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെയും ശാസിച്ചത്, എന്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയും അരുത്. സർവഭൂവാസികളെ യഹോവയ്ക്ക് പാടുവിൻ, നാൾക്കുനാൾ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ. ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെയും മധ്യേ അവന്റെ രക്ഷയെ പ്രസ്താവിപ്പിൻ. ജാതികളുടെ നടുവിൽ അവന്റെ മഹത്വവും സർവവംശങ്ങളുടെ മധ്യേ അവന്റെ അത്ഭുതങ്ങളും കഥിപ്പിൻ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 21, 22 വാക്യം ദൈവത്തിന്റെ വിധിയാണ്. എന്താണ് വിധി? ആരും അവരെ പീഡിപ്പിപ്പാൻ അവൻ സമ്മതിച്ചില്ല. അവർ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ച് എന്റെ അഭിഷക്തന്മാരെ തൊടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യരുത് എന്നുള്ളത് ആരുടെ വിധിയാണ്? ദൈവത്തിന്റെ വിധിയാണ്. ഈ വിധി, ഈ ഡിക്ലെയർ ചെയ്യേണ്ട ജോലിയാണ് നമുക്കുള്ളത്. അപ്പം നമ്മൾ പീഡനം ഉണ്ടാകുന്നു എന്നുള്ളതല്ല, പീഡിപ്പിക്കുവാൻ പാടില്ല എന്നുള്ള വിധി ആര് പുറപ്പെട്ടു വെച്ചിട്ടുണ്ട്? വിധി എവിടെയുണ്ട്? നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുണ്ട്. ആ എഴുതപ്പെട്ടേക്കുന്ന വിധി ഡിക്ലെയർ ചെയ്യേണ്ട ചുമതല നമ്മുടേതാണ്. വേറൊരു രീതി പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാൻ മനുഷ്യപുത്രൻ ദൂതന്മാരുടെ മുമ്പാകെ നിങ്ങളെയും എന്ത് ചെയ്യും? ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറഞ്ഞതിനെ ഏറ്റുപറയണം. ഇവിടെ ദൈവത്തിന്റെ വിധി എന്താണ്? എന്റെ അഭിഷക്തനെ തൊടരുത്. എത്ര പ്രാവശ്യം ഞാൻ പല പ്രാവശ്യം ഈ പ്രേലാരി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചിലരൊന്നും ഇല്ലായിരുന്നു. ശ്രദ്ധിക്കണം, 2011 ഞാൻ ഇന്ത്യയിലേക്ക് വരുന്നു മിഷൻ ട്രിപ്പിന് വേണ്ടി. എല്ലാ കാര്യങ്ങളും ഒരുക്കി കഴിഞ്ഞു. കർത്താവിന്റെ ദാസൻ വിനോയ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ വരുന്ന സമയത്ത് ഒക്ടോബർ മാസം 17-ാം തീയതി ആന്ധ്രാപ്രദേശിൽ സമരമാണ്, റെയിൽവേ സമരമാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഈ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രത്യേകം ഒന്നും പ്രാർത്ഥിക്കണ്ട, ഞാനിപ്പോ തന്നെ പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ സമരം ഉണ്ടാകാൻ പാടില്ല, ഞാൻ അവിടേക്ക് മിഷൻ ട്രിപ്പിന് വരികയാണ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. സമരം ഉണ്ടാകാൻ പാടില്ല, ഓക്കെ എന്ന് പറഞ്ഞു വെച്ചു. 16-ാം തീയതി ഉച്ചക്കത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഹോട്ടലിൽ കിടക്കുന്ന അവസരത്തിൽ പാസ് പറഞ്ഞു, ന്യൂസ് വന്നു, സമരം ആരംഭിച്ചു, ഒരുപാട് പേര് ജയിലിൽ പിടിച്ചുകൊണ്ട് പോയി, ഭയങ്കര ബഹളം നടക്കുകയാണ്, ആന്ധ്ര മുഴുവനും ബഹളത്തിൽ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഈ ലാപ്ടോപ്പ് ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, പാസ്റ്റർ പല രീതിയിൽ 2 മണിക്കൂർ സമയം
അദ്ദേഹം 2 മണിക്കൂർ സമയം നോക്കി. ഞങ്ങൾക്ക് ഈ എറണാകുളത്ത് 18-ാം തീയതി മീറ്റിംഗ് ഉണ്ട്, 18-ാം തീയതി മീറ്റിങ്ങിന് ചെല്ലണം, വേറെ ഏതെങ്കിലും വഴിയിൽ കൂടി പോകാൻ മാർഗമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി. സാധാരണഗതിയിൽ മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞു, ഉണർന്നു. പാസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താ പാസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുന്നത്? പക്ഷെ വേറെ ഏതെങ്കിലും വഴി കൂടെ പോകാൻ പറ്റുമോ നോക്കുകയാണ്. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വെളുപ്പിനെ നമുക്ക് ട്രെയിൻ ഉള്ളത്, ട്രെയിനിന് പോകാൻ വേണ്ടി ടാക്സി ബുക്ക് ചെയ്യാൻ പറഞ്ഞു. അതിന് ട്രെയിൻ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ട്രെയിൻ എന്ത് പറ്റി? സമരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സമരം ഉണ്ടാകാൻ പാടില്ലെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതിന് ഞാനത് സമരം ഉണ്ടാക്കിയത്. പാസ്റ്റർ സമരം ഉണ്ടാകാൻ പാടില്ലെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇല്ലേ? പ്രാർത്ഥിച്ചില്ലായിരുന്നോ? പ്രാർത്ഥിച്ചു. സമരം ഉണ്ടായല്ലോ. ഞാൻ പറഞ്ഞു ഉണ്ടാകാൻ പാടില്ല. പാസ്റ്റർ ടാക്സി ബുക്ക് ചെയ്തു. വെളുപ്പിന് 5 മണിയാകുന്നത്. നമുക്ക് എവിടം വരെ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ അവിടെ അടുത്താണ് ഒരു 10 മൈൽ ദൂരെ വരെ പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മതി. പിന്നെ ബാക്കിയോ? അത് നമ്മളെന്തിനാ ബന്ധപ്പെടുന്നത്? ഞാനിവിടെ വന്നത് കർത്താവിന് എൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്, അല്ലാതെ എൻ്റെ കാര്യത്തിന് വേണ്ടിയല്ല. നമുക്ക് വൈകുന്നേരം മീറ്റിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. വീട്ടിലത്തെ മീറ്റിങ്ങിന് പോയി. അദ്ദേഹമാണ് എൻ്റെ വീഡിയോ പിടിക്കുന്നത്, അദ്ദേഹമാണ് ഓർഗനൈസർ, എല്ലാം ചെയ്യുന്നത്. എന്നെ സ്റ്റേജിൽ വിളിച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത് വന്നു. എൻ്റെ ചെവി വന്നിട്ട് പറഞ്ഞു, അച്ഛാ സമരം നിന്നു, നാളെ രാവിലെ മുതൽ ട്രെയിൻ ചാലുവാകും. ഞാൻ എന്തോ പ്രാർത്ഥിച്ചു, രാജ്യത്തിൻ്റെ മേൽ അധികാരം നമുക്കാണ് തന്നിരിക്കുന്നത്. നമുക്ക് അത് കൈകാര്യം ചെയ്യേണ്ട ജോലി അവരവരുടേതാണ്. നിങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് വേണം ചെയ്യാം. വിശ്വാസത്താൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് പഠിക്കണം. അതാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കോടതിയുടെ വിധികളാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ആ വിധി എന്താണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നീതിയുടെ ന്യായാധിപതിയായ കർത്താവ്. ഒരു വിധി കണ്ടു, അടുത്ത വിധിയോടെ വായിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. അതിന്റെ 28 മുതൽ 33 വരെയുള്ള വാക്യം വായിച്ചാണ്. 1 ദിനവൃത്താന്തം 16. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പിൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പിൻ, കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവിൻ, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പിൻ. സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക, ഭൂതലം കുലുങ്ങാതെ വണ്ണം സ്ഥാപിതമാകുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, യഹോവ വാഴുന്നു എന്ന് ജാതികളുടെ മധ്യേ ഘോഷിക്കട്ടെ. സമുദ്രവും അതിന്റെ പൂർണ്ണതയും മുഴങ്ങട്ടെ, വയലും അതിലുള്ളതൊക്കെയും ആഹ്ലാദിക്കട്ടെ. അന്ന് വനത്തിലെ വൃക്ഷങ്ങൾ യഹോവയുടെ മുൻപിൽ ആർക്കും, അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നുവല്ലോ. യഹോവയ്ക്ക് അവൻ എപ്പോഴാ വരുന്നത്? ഭൂമിയെ വിധിപ്പാൻ. ജാതികളുടെ കുലങ്ങളെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിൽ മഹത്വം കൊടുപ്പീൻ, കാഴ്ചയുമായി അവന്റെ സന്നിധിയിൽ ചെല്ലുവീൻ, വിശുദ്ധ ഭൂഷണം ധരിച്ചുകൊണ്ട് യഹോവയെ നമസ്കരിപ്പീൻ. സർവഭൂമിയെ അവന്റെ സന്നിധിയിൽ നടുങ്ങുക, ഭൂതലവും കുലുങ്ങത്തക്കവണ്ണം സ്ഥാപിതമായിരിക്കുന്നു. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ഉല്ലസിക്കട്ടെ, യഹോവ വാഴുന്നു, ജാതികളുടെ മധ്യ ഘോഷിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തോടെയും ഉല്ലാസത്തോടെയും ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ ആരെഴുന്നേൽക്കും? ദൈവം. എപ്പോഴാണ് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചപ്പോൾ ദൈവം എഴുന്നേറ്റില്ലയോ? അപ്പൊ എന്ത് പറ്റി? ഭൂമി കുലുങ്ങി, അവരുടെ ചങ്ങലകൾ പൊട്ടിപ്പോയി, വാതിലുകൾ തുറന്നുപോയി. മക്കളെ, ഇത് നിങ്ങൾ ഉടനീളം കാണാൻ സാധിക്കും. ദൈവം നിന്റെ വിഷയത്തിൽ പരിഹാരം ചെയ്യണമോ? ദൈവത്തിന്റെ വിധി അവിടെ നിന്ന് പുറപ്പെടണമോ? ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ഉല്ലാസത്തോടെ
നമുക്കത് പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയം പ്രശ്നമുള്ളതാ. അന്നേരം പാസ്റ്റർ എങ്ങനെയാണ് സന്തോഷിക്കാൻ പറ്റുന്നത്? സഹോദരങ്ങളെ, ഞാൻ ഇതാ ചെയ്യുന്നത്. എന്തു വന്നെന്ന് പറഞ്ഞാലും ഞാൻ അതിനെ അഭിമുഖീകരിക്കുന്ന വേറൊരു രീതിയിലാണ്. അത് സക്സസ് ആയി കർത്താവ് അവിടെ ചെയ്തു തരും. ഉന്നതമായ നിലവാരത്തിൽ ചെയ്തു തരും. ദൈവത്തിന്റെ വിധി ഞാൻ ഒത്തിരി കാണിച്ചു തന്നു. ദൈവം അനുവദിച്ച നാളെ മറ്റന്നാൾ 2 ദിവസം കൂടെ ബാക്കിയുള്ള കാര്യങ്ങളോട് നിങ്ങളോട് പറഞ്ഞ് ഞാൻ 3 ദിവസം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. സ്തോത്രം. പ്രൈസ് ലോർഡ്. ദാസനിൽ കൂടി രാത്രികാലം നമ്മളെ കേൾപ്പിച്ച നല്ല ദൈവികാലോചനയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവിക കോടതി എന്നുള്ള വിഷയത്തിന്റെ കണ്ടിന്യൂവേഷൻ ആണല്ലോ ഈ രാത്രികാലം ദാസൻ നമ്മളോട് ഷെയർ ചെയ്തത്. വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് ആ കാര്യങ്ങളെല്ലാം ദാസൻ വിവരിച്ചു. അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അത് തന്നെയാണല്ലോ ആ വാക്യം കൂടെ അതിനോട് ചേർത്ത് നമ്മൾ വായിച്ചതിന് നന്നായിരുന്നു. മത്തായിയുടെ സുവിശേഷം 28 അത് തന്നെയാണല്ലോ കർത്താവ് പറയുന്നത്. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അല്ലെങ്കിൽ സകല നാമത്തിന് മേലായ നാമം നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. ആ അധികാരം ഉപയോഗിപ്പാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണല്ലോ ഇവിടെ കാണുന്നത്. ദാസന്റെ അനുഭവവും അതിനോട് ചേർത്ത് പറഞ്ഞല്ലോ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അധികാരങ്ങൾ ഉപയോഗിക്കാനായിട്ട് ഒക്കെ കർത്താവ് നമ്മളെയൊക്കെ സഹായിക്കട്ടെ. അതിനായിട്ട് ഈ വചന പഠനം സഹായിക്കട്ടെ. ആമേൻ. കേട്ട വചനങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ വീണ്ടും ആയിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.